സിറിയയിലെ നിരവധി പ്രദേശങ്ങളിൽ ഇസ്രായേൽ അധിനിവേശ സേന നടത്തിയ ആക്രമണങ്ങളെ കുവൈത്ത് ശക്തമായി അപലപിച്ചു. അന്താരാഷ്ട്ര നിയമങ്ങളുടെയും പ്രമേയങ്ങളുടെയും നഗ്നമായ ലംഘനമാണിതെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടി. സിറിയയുടെ പരമാധികാരത്തിനും സ്വാതന്ത്ര്യത്തിനുമുള്ള കുവൈത്തിന്റെ ഉറച്ച പിന്തുണ വിദേശകാര്യ മന്ത്രാലയം ആവർത്തിച്ചു. അന്താരാഷ്ട്ര സമൂഹവും UN സുരക്ഷാ കൗൺസിലും അവരുടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ട കുവൈത്ത് മേഖലയിലെ സമാധാനത്തിനും സുരക്ഷയ്ക്കും ഭീഷണിയായും ഇസ്രായേൽ ആക്രമണങ്ങൾ തടയേണ്ട ആവശ്യകതയും ചൂണ്ടിക്കാട്ടി. റമദാന് മുന്നോടിയായി UAE 4000-ലേറെ തടവുകാരെ മോചിപ്പിക്കും. UAE പ്രസിഡന്റും വിവിധ എമിറേറ്റുകളുടെ ഭരണാധികാരികളുമാണ് ഇത് സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയത്. ശിക്ഷാ കാലയളവിൽ മാനസാന്തരമുണ്ടായവരും നന്നായി പെരുമാറിയവരുമായ തടവുകാരെയാണ് മോചിപ്പിക്കുന്നത്. വിവിധ എമിറേറ്റുകളിലായി 4343 തടവുകാർക്കാണ് മോചനം സാധ്യമാവുക. അബുദാബിയിലെ ജയിലുകളിൽ നിന്ന് 1295 തടവുകാരെ മോചിപ്പിക്കാനാണ് UAE പ്രസിഡന്റും അബുദാബി ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ ഉത്തരവിട്ടത്. ദുബൈയിലെ ജയിലുകളിൽ നിന്ന് 1518 തടവുകാർക്ക് മോചനം നൽകാൻ ദുബൈ ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ഉത്തരവിട്ടു. ഷാർജ ഭരണാധികാരി ഡോക്ടർ ഷെയ്ഖ് സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ കാസിമി 707 തടവുകാർക്ക് മോചനം നൽകാനാണ് തീരുമാനിച്ചത്. അജ്മാനിലെ ജയിലുകളിൽ നിന്ന് 207 തടവുകാരെ മോചിപ്പിക്കാൻ ഭരണാധികാരി ഷെയ്ഖ് ഹുമൈദ് ബിൻ റാഷിദ് അൽ നൊയ്മി നിർദ്ദേശം നൽകി. അതേസമയം റാസൽഹൈമ 506 തടവുകാരെ മോചിപ്പിക്കും. റാസൽഹൈമ ഭരണാധികാരി ഷെയ്ഖ് സൗദ് ബിൻ സക്കർ അൽ കാസിമിയാണ് ഇത് സംബന്ധിച്ച ഉത്തരവിട്ടത്. ഫുജേറയിലെ ജയിലുകളിൽ നിന്ന് 111 തടവുകാരെ മോചിപ്പിക്കാൻ ഭരണാധികാരി ഷെയ്ഖ് ഹമദ് ബിൻ മുഹമ്മദ് അൽ ഷർക്കി ഉത്തരവിട്ടു. തടവുകാർക്ക് സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങാനും കുടുംബത്തോടൊപ്പം റമദാൻ ചെലവിടാനും ലക്ഷ്യമിട്ടാണ് നടപടി. മീഡിയ 1 ദുബായ്. വിർജിൻ ഓസ്ട്രേലിയ വിമാന കമ്പനിയുടെ ഓഹരി സ്വന്തമാക്കാനുള്ള ഖത്തർ എയർവേസിന്റെ നീക്കങ്ങൾക്ക് ഓസ്ട്രേലിയൻ സർക്കാരിന്റെ അനുമതി. കമ്പനിയുടെ 25% ഓഹരികളാണ് ഖത്തർ എയർവേസ് വാങ്ങുന്നത്. വിർജിൻ ഓസ്ട്രേലിയ ഉടമസ്ഥരായ ബെയിൻ ക്യാപിറ്റലിൽ നിന്ന് 25% ഓഹരികൾ വാങ്ങാനാണ് ഖത്തർ എയർവേസ് ധാരണയിലെത്തിയിരിക്കുന്നത്. ഇതിനായി ഓസ്ട്രേലിയൻ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് റിവ്യൂ ബോർഡിന്റെ പ്രാഥമിക അനുമതി ലഭിച്ചു. മാർച്ചിലോ ഏപ്രിലിലോ അന്തിമ അനുമതിയും ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കരാർ നിലവിൽ വരുന്നതോടെ ഓസ്ട്രേലിയയിൽ നിന്ന് ദോഹയിലേക്ക് വിർജിൻ ഓസ്ട്രേലിയ പറന്നു തുടങ്ങും. ഇതിനായി ഇന്റർനാഷണൽ എയർ സർവീസസ് കമ്മീഷന്റെ അനുമതി ലഭിക്കേണ്ടതുണ്ട്. ജൂണിൽ സിഡ്നി, ബ്രിസ്ബെയിൻ, പെർത്ത് എന്നിവിടങ്ങളിൽ നിന്നാകും ദോഹയിലേക്ക് സർവീസ് നടത്തുക. മെൽബണിൽ നിന്നും ഡിസംബറിലും സർവീസ് തുടങ്ങും. സുസ്ഥിര ഏവിയേഷൻ ഇന്ധന ഉപയോഗം, ഊർജ മാലിന്യ മാനേജ്മെന്റ്, ഏവിയേഷൻ വർക്ക്ഫോഴ്സ് ഡെവലപ്മെന്റ് തുടങ്ങിയ മേഖലകളിലും ഇരു കമ്പനികളും തമ്മിൽ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു. മീഡിയ 1 ദോഹ. ഒമാനിലെ മിനിമം വേതനം സംബന്ധിച്ച ദേശീയ തൊഴിൽ പരിപാടിയുടെ പഠനത്തിലെ കണ്ടെത്തലുകൾ ഉടൻ പുറത്തുവിടും. ടുഗദർ വി പ്രോഗ്രസ് ഫോറത്തിന്റെ 2ാം ദിവസത്തിലാണ് അണ്ടർ സെക്രട്ടറി ഇക്കാര്യം വ്യക്തമാക്കിയത്. മിനിമം വേതനം സംബന്ധിച്ച ദേശീയ തൊഴിൽ പരിപാടിയുടെ പഠനത്തിലെ കണ്ടെത്തലുകൾ ഉടൻ പുറത്തുവിടുമെന്ന് തൊഴിൽ മന്ത്രാലയത്തിലെ അണ്ടർ സെക്രട്ടറി സലീം ബിൻ സായിദ്. ടുഗദർ വി പ്രോഗ്രസ് ഫോറത്തിന്റെ 2ാം ദിവസത്തിലാണ് അണ്ടർ സെക്രട്ടറി ഇക്കാര്യം വ്യക്തമാക്കിയത്. വിവിധ സർക്കാർ സ്വകാര്യ മേഖലയിലെ തൊഴിലിന് അനുയോജ്യമായ രീതിയിലാണ് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ ഫലങ്ങൾ രൂപവൽക്കരിച്ചിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഒമാനിൽ തൊഴിലാളികളുടെ മിനിമം വേതനം 400 റിയാൽ വരെയാക്കി ഉയർത്തുന്നത് മന്ത്രാലയത്തിന്റെ പരിഗണനയിലുണ്ടെന്ന് ഒമാൻ തൊഴിൽ മന്ത്രി ഡോക്ടർ മഹദ് ബിൻ സായിദ് ബൊവൈൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. അതേസമയം സർക്കാരും പൗരന്മാരും തമ്മിലുള്ള ആശയവിനിമയം മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിട്ടാണ് ടുഗദർ വി പ്രോഗ്രസ് ഫോറം 2ാം പതിപ്പ് നടന്നത്. സാംസ്കാരിക കായിക യുവജന മന്ത്രി സയ്യിദ് യസീം ബിൻ ഹൈതം അൽ സയ്യിദിന്റെ നേതൃത്വത്തിലായിരുന്നു ഉദ്ഘാടന പരിപാടികൾ നടന്നത്. സർക്കാരും സമൂഹവും തമ്മിലുള്ള ആശയവിനിമയം വർദ്ധിപ്പിക്കുക, നയങ്ങൾ, വികസന പരിപാടികൾ, സർക്കാർ സംരംഭങ്ങൾ എന്നിവ അവലോകനം ചെയ്യുക, പൗരന്മാർക്ക് അവരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പ്രകടിപ്പിക്കാനുള്ള അവസരം നൽകുക എന്നിവയാണ് ഫോറത്തിന്റെ ലക്ഷ്യം. മീഡിയ 1 മസ്കത്ത്. ഖത്തറിൽ 3 പാർക്കുകൾ കൂടി പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുത്തു. പൊതുമരാമത്ത് അതോറിറ്റിയുമായി സഹകരിച്ച് മുനിസിപ്പാലിറ്റി മന്ത്രാലയമാണ് പാർക്കുകൾ സജ്ജീകരിച്ചത്. അൽവക്ര പബ്ലിക് പാർക്ക്, അൽ മഷാഫ് പാർക്ക്, റൗലത്ത് എഗ്ദേം പാർക്ക് എന്നിവയാണ് പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തത്. ഖത്തർ ദേശീയ വിഷൻ 2030യുടെ ഭാഗമായാണ് പുതിയ പാർക്കുകൾ ഒരുക്കിയത്. ഹരിതയിടങ്ങൾ വർദ്ധിപ്പിക്കുക, പരിസ്ഥിതി സുസ്ഥിരത ഉറപ്പാക്കുക എന്നതിനൊപ്പം പൊതുജനങ്ങളുടെ ആരോഗ്യകരമായ ജീവിതവും പ്രധാന ലക്ഷ്യമാണ്. 46,601 ചതുരശ്ര മീറ്റർ വിസ്തൃതിയിലാണ് അൽവക്ര പബ്ലിക് പാർക്ക് നിർമ്മിച്ചത്. ഇതിൽ 62% ഹരിതയിടമാണ്. അൽ മഷാഫ് പാർക്കിന്റെ ആകെ വിസ്തീർണം 4,741 ചതുരശ്ര മീറ്ററാണ്. 24,000 ചതുരശ്ര മീറ്ററാണ് റൗലത്ത് എഗ്ദേം പാർക്കിന്റെ വിസ്തീർണം. പൊതുജനങ്ങൾക്ക് വിശ്രമിക്കാനും വ്യായാമം ചെയ്യാനുമുള്ള സൗകര്യം റൗലത്ത് എഗ്ദേം പാർക്കിലുണ്ട്. മീഡിയ 1 ദോഹ.
ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെയും പുത്തൻ സാങ്കേതിക വിദ്യകളുടെയും അനന്ത സാധ്യതകൾ ചർച്ച ചെയ്ത് ഖത്തർ വെബ് സമ്മിറ്റിന് കൊടിയിറങ്ങി. 4 ദിവസമായി നടന്ന സമ്മിറ്റിൽ 25,000-ലേറെ പേർ പങ്കെടുത്തു. പങ്കാളിത്തം കൊണ്ട് റെക്കോർഡിട്ടാണ് രണ്ടാമത് ഖത്തർ വെബ് സമ്മിറ്റ് സമാപിച്ചത്. പ്രമുഖ സംരംഭകർ, നിക്ഷേപകർ, ടെക് എക്സ്പെർട്ടുകൾ ഉൾപ്പെടെ 25,700 പേർ വെബ് സമ്മിറ്റിൽ പങ്കെടുത്തു. പ്രഥമ പതിപ്പിൽ 10,000 പങ്കാളിത്തം. 723 നിക്ഷേപകരും 1520 സ്റ്റാർട്ടപ്പുകളും ഇത്തവണ വെബ് സമ്മിറ്റിന്റെ ഭാഗമായി. ഇതിൽ 47% വനിതകളുടേതായിരുന്നു. വെബ് സമ്മിറ്റിന് മുന്നോടിയായി ഖത്തർ ഫിനാൻഷ്യൽ സെന്റർ പ്രഖ്യാപിച്ച പ്രോത്സാഹന പദ്ധതികളും ഫലം കണ്ടു. ഖത്തറിൽ ഓഫീസുകൾ തുറക്കാൻ 1634 കമ്പനികൾ രജിസ്റ്റർ ചെയ്തു. സമ്മിറ്റിൽ 156 കമ്പനികൾക്ക് ലൈസൻസ് അനുവദിച്ചു. സന്ദർശക പങ്കാളിത്തത്തിൽ ഇത്തവണ 72% വർധന. മീഡിയ 1 ദോഹ. മസ്കത്ത് സീബ് വിലായത്തിലെ വാദി അൽ ജിഫ്നൈൻ അണക്കെട്ട് ഉദ്ഘാടനം ചെയ്തു. മേഖലയിലെ പ്രളയം തടയാനും ജലക്രമീകരണം നടത്താനും ലക്ഷ്യം വെച്ചാണ് ഡാം നിർമ്മിച്ചത്. മന്ത്രിതല സമിതിയുടെ അസിസ്റ്റന്റ് സെക്രട്ടറി ജനറൽ സയ്യിദ് ഹാരിബ് ബിൻ തുവൈനി അൽ സയ്യിദിന്റെ നേതൃത്വത്തിലായിരുന്നു ഉദ്ഘാടന ചടങ്ങുകൾ. ഡാമിന് 11.5 മില്യൺ ക്യൂബിക് മീറ്റർ വെള്ളം സംഭരിക്കാൻ ശേഷിയുണ്ട്. സൗദി ഫുട്ബോൾ ഫെഡറേഷന്റെ വരുമാനത്തിൽ വർധനവ്. കഴിഞ്ഞ വർഷത്തെ വരുമാനത്തിലാണ് വർധനവ് രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ വർഷം ഫെഡറേഷന്റെ വരുമാനം 150 കോടി റിയാൽ കവിഞ്ഞതായി വാർഷിക റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. സൗദി ഫുട്ബോൾ ഫെഡറേഷൻ അഥവാ സാഫിന്റെ വരുമാനത്തിൽ വലിയ വർധനവ് രേഖപ്പെടുത്തി. 2023-24 സാമ്പത്തിക വർഷത്തെ കണക്കുകളിലാണ് വർധനവ്. കഴിഞ്ഞ വർഷം ഫെഡറേഷന്റെ വരുമാനം 150 കോടി റിയാൽ കവിഞ്ഞതായി വാർഷിക അവലോകന റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ഇത് തൊട്ടു മുമ്പത്തെ വർഷത്തെ അപേക്ഷിച്ച് 25% കൂടുതലാണ്. 2023-ൽ 120 കോടിയായിരുന്നിടത്താണ് വലിയ വർധനവ്. ഫെഡറേഷന്റെ ചിലവിലും വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 139 കോടി റിയാലിന്റെ ചിലവാണ് കഴിഞ്ഞ വർഷം രേഖപ്പെടുത്തിയത്. 2023-ൽ 107 കോടിയായിരുന്നു ചിലവ് രേഖപ്പെടുത്തിയിരുന്നത്. ഫെഡറേഷന്റെ സാമ്പത്തിക റിപ്പോർട്ട് ജനറൽ അസംബ്ലിയിൽ അവതരിപ്പിച്ച് പാസാക്കി. ഈ വർഷത്തെ ബജറ്റ് തുകയും വകയിരുത്തി. 117.5 കോടി റിയാലാണ് ബജറ്റിൽ വകയിരുത്തിയിരിക്കുന്നത്. നൌഷാദ് റിക്കൂർ, മീഡിയ 1 ദമ്മാം. ഗതാഗത നിയമലംഘനങ്ങൾക്ക് ഇളവ് ഇല്ല എന്ന വ്യാജ പ്രചാരണങ്ങൾ തള്ളി കുവൈത്ത് ആഭ്യന്തര മന്ത്രാലയം. കുവൈത്തിൽ ഗതാഗത നിയമലംഘനങ്ങൾക്ക് ദേശീയ ദിനാഘോഷത്തോടനുബന്ധിച്ച് 30% ഇളവ് നൽകുന്നതായി സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ച വ്യാജ വാർത്തയാണ് ആഭ്യന്തര മന്ത്രാലയം തള്ളിയത്. സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന തെറ്റായ വിവരങ്ങൾ വിശ്വസിക്കരുതെന്നും ഔദ്യോഗിക അറിയിപ്പുകൾ മാത്രം അനുസരിക്കണമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. മോഹിപ്പിക്കുന്ന നിരക്കിൽ ഗാർഹിക തൊഴിലാളി സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന പരസ്യങ്ങൾക്കെതിരെ മുന്നറിയിപ്പ് നൽകി സൗദി മാനവവിഭവശേഷി മന്ത്രാലയം. മന്ത്രാലയത്തിന്റെ അനുമതിയില്ലാത്ത വ്യാജ റിക്രൂട്ടിംഗ് ഏജൻസികളാണ് ഇത്തരത്തിൽ സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നത്. റമദാൻ അടുത്തതോടെ ഗാർഹിക ജീവനക്കാർക്ക് ഡിമാൻഡ് വർദ്ധിച്ച സാഹചര്യം മുതലെടുത്താണ് ഇത്തരം വ്യാജ സംഘങ്ങൾ പ്രവർത്തിക്കുന്നതെന്നും മന്ത്രാലയ വൃത്തങ്ങൾ വ്യക്തമാക്കി. റമദാൻ ആഗതമായതോടെ വ്യാജ ഗാർഹിക സേവനങ്ങളുമായി രംഗത്തെത്തുന്ന സംഘങ്ങളുടെ കെണിയിൽപ്പെടരുത് എന്ന മുന്നറിയിപ്പുമായി മുസാനിദ്. രാജ്യത്തെ ഗാർഹിക ജീവനക്കാർക്കും തൊഴിൽ ദാതാക്കൾക്കുമാണ് മുന്നറിയിപ്പ് നൽകിയത്. മോഹിപ്പിക്കുന്ന സേവന വാഗ്ദാനവും നിരക്കുമായാണ് ഇത്തരം തട്ടിപ്പ് സംഘങ്ങളും സ്ഥാപനങ്ങളും സമൂഹമാധ്യമങ്ങളിലൂടെയും മറ്റും പരസ്യം ചെയ്യുന്നത്. മന്ത്രാലയത്തിൻ്റെയോ മുസാനിദിൻ്റെയോ അംഗീകാരം ഇത്തരം സ്ഥാപനങ്ങൾക്കും ഏജൻസികൾക്കും ഇല്ലെന്നും മന്ത്രാലയം വ്യക്തമാക്കി. റമദാനിൽ ഗാർഹിക ജീവനക്കാരുടെ ആവശ്യകതയിൽ വർധനവ് നേരിടുന്ന സാഹചര്യം മുതലെടുത്താണ് ഇത്തരം വ്യാജ സംഘങ്ങൾ പ്രവർത്തിക്കുന്നതെന്നും മന്ത്രാലയം വിശദീകരിച്ചു. മന്ത്രാലയത്തിൻ്റെ ഔദ്യോഗിക പോർട്ടലായ മുസാനിദിൻ്റെ അംഗീകാരമില്ലാത്ത എല്ലാ സ്ഥാപനങ്ങളും ഏജൻസികളും നിയമവിരുദ്ധ പ്രവർത്തനമാണ് നടത്തുന്നത്. ഇത്തരം സംഘങ്ങളുടെ കെണിയിൽപ്പെട്ട് പിടിക്കപ്പെട്ടാൽ കടുത്ത പിഴയും നാടുകടത്തലിനും വിധേയമാക്കപ്പെടുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. നൌഷാദ് റിക്കൂർ, മീഡിയ 1 ദമ്മാം. റമദാനിൽ മക്ക മദീന അതിവേഗ ട്രെയിൻ കൂടുതൽ സർവീസുകൾ നടത്തുമെന്ന് സൗദി റെയിൽവേ കമ്പനി. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച സർവീസുകളുടെ എണ്ണം 21% വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പ്രതിദിനം 130 സർവീസുകൾ വരെ നടത്തും വിധമാണ് റമദാൻ ഷെഡ്യൂൾ തയ്യാറാക്കിയിട്ടുള്ളത്. റമദാൻ മാസത്തിൽ മക്ക മദീന ഹറമൈൻ ട്രെയിൻ 3410 സർവീസുകളാണ് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇത്തവണ സർവീസുകളുടെ എണ്ണത്തിൽ 21%-ലധികം വർധനവുണ്ട്. ഏകദേശം 16 ലക്ഷത്തോളം പേർക്ക് റമദാനിൽ ഇരു ഹറമുകൾക്കുമിടയിൽ യാത്ര ചെയ്യാനാകും. റമദാനിലെ ആദ്യ ആഴ്ചയിൽ 100 സർവീസുകളാണ് ഉണ്ടാവുക. 14-ാം തീയതിയോടെ ഇത് ക്രമേണ 120 ഉയരും. തിരക്കേറിയ ദിവസങ്ങളിൽ പ്രതിദിനം 130 സർവീസുകൾ വരെ നടത്തുമെന്ന് സൗദി റെയിൽവേ കമ്പനി വ്യക്തമാക്കി.
മസ്ജിദുൽ ഹറമിലെയും മദീനയിലെ പ്രവാചകന്റെ പള്ളിയിലെയും പ്രാർത്ഥനാ സമയങ്ങൾക്ക് അനുയോജ്യമായ രീതിയിലാണ് യാത്രാ സമയം ക്രമീകരിച്ചിട്ടുള്ളത്. ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ 10 ട്രെയിനുകളിലൊന്നാണ് മക്കയെയും മദീനയെയും ബന്ധിപ്പിച്ചുകൊണ്ട് സർവീസ് നടത്തുന്ന ഹറമൈൻ ഹൈസ്പീഡ് ട്രെയിൻ. മണിക്കൂറിൽ 300 കിലോമീറ്റർ വരെ വേഗതയിലാണ് ഇത് സഞ്ചരിക്കുന്നത്. യാത്രകളുടെയും സീറ്റുകളുടെയും എണ്ണത്തിൽ വരുത്തിയ ഗണ്യമായ വർധനവ് റമദാനിൽ മക്കക്കും മദീനക്കുമിടയിൽ യാത്ര ചെയ്യുന്ന വിശ്വാസികൾക്ക് ഏറെ ആശ്വാസകരമാകും. ഗഫൂർ കൊണ്ടോട്ടി, മീഡിയ 1, ജിദ്ദ. ഖത്തറിൽ റമദാൻ മാസത്തിൽ സ്വകാര്യ മേഖലയിലെ തൊഴിൽ സമയം പ്രഖ്യാപിച്ചു. ആഴ്ചയിൽ 36 മണിക്കൂറാണ് ജോലി സമയം. ദോഹ മെട്രോയുടെ സർവീസും നോമ്പുകാലത്ത് പുനഃക്രമീകരിച്ചിട്ടുണ്ട്. നാളെ മാസപ്പിറവി നിരീക്ഷിക്കണമെന്ന് മതകാര്യ മന്ത്രാലയം ആവശ്യപ്പെട്ടു. ഖത്തർ തൊഴിൽ മന്ത്രാലയമാണ് സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരുടെ നോമ്പുകാലത്തെ തൊഴിൽ സമയം പ്രഖ്യാപിച്ചത്. തൊഴിൽ നിയമപ്രകാരം ആഴ്ചയിൽ 36 മണിക്കൂറാണ് ജോലി സമയം. പ്രതിദിനം 6 മണിക്കൂറിൽ കൂടുതൽ ജോലി ചെയ്യിക്കരുതെന്ന നിബന്ധനയുമുണ്ട്. ദോഹ മെട്രോയും ലുസൈൽ ട്രാമും റമദാനിലെ സർവീസ് സമയം പുനഃക്രമീകരിച്ചു. മെട്രോ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 5:30 മുതൽ പുലർച്ചെ 1:30 വരെ സർവീസ് നടത്തും. വെള്ളിയാഴ്ചകളിൽ രാവിലെ 9:30 മുതൽ പുലർച്ചെ 1:30 വരെയാണ് സർവീസ്. ലുസൈൽ ട്രാം ശനി മുതൽ വ്യാഴം വരെ രാവിലെ 5:30 മുതൽ പുലർച്ചെ 2 വരെയും വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2:30 മുതൽ പുലർച്ചെ 2 മണി വരെയുമാണ് സർവീസ് നടത്തുക. മീഡിയ 1, ദോഹ. മക്കയിൽ ഇന്ത്യൻ സ്കൂൾ അനുവദിക്കണമെന്ന ആവശ്യം ഉന്നയിച്ച് ഷാഫി പറമ്പിൽ MP സൗദി ഇന്ത്യൻ അംബാസിഡർക്ക് കത്തയച്ചു. ദിവസങ്ങൾക്ക് മുൻപ് മക്ക സന്ദർശനത്തിനിടെ മക്കയിൽ ഇന്ത്യൻ സ്കൂൾ സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് രക്ഷിതാക്കൾ MP-യെ സമീപിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് നാട്ടിലെത്തിയ ഷാഫി അംബാസിഡർക്ക് കത്തയച്ചത്. കഴിഞ്ഞ ആഴ്ചയിലെ സന്ദർശനത്തിനിടെയാണ് ഷാഫി പറമ്പിൽ MP-യോട് മക്കയിൽ ഇന്ത്യൻ സ്കൂളില്ലാത്ത പ്രശ്നം രക്ഷിതാക്കൾ അവതരിപ്പിച്ചത്. ഇതേ തുടർന്ന് ജിദ്ദയിലെ കോൺസൽ ജനറലുമായി ഇദ്ദേഹം ചർച്ച നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇന്ത്യൻ അംബാസഡർക്ക് കത്തയച്ചിരിക്കുന്നത്. നിലവിൽ മക്കയിലെ വിദ്യാർത്ഥികൾ ജിദ്ദയിലെത്തിയാണ് വിദ്യാഭ്യാസം തുടരുന്നത്. മക്കയിൽ സ്വകാര്യ സ്ഥാപനങ്ങൾ ഉണ്ടെങ്കിലും അവിടെ ഫീസ് ഭീമമായതിനാൽ വിദ്യാർത്ഥികൾക്ക് താങ്ങാനാവില്ലെന്നും ഷാഫി പറമ്പിൽ കത്തിൽ പറയുന്നു. സ്കൂൾ ആവശ്യവുമായി നൂറുകണക്കിന് രക്ഷിതാക്കൾ ഒപ്പുവെച്ച അപേക്ഷ മലയാളി നേഴ്സസ് ഫോറം ഷാഫി പറമ്പിലിന് സമർപ്പിച്ചിരുന്നു. വിവിധ മലയാളി സംഘടനകളും ഇടപെടലുമായി രംഗത്തുണ്ട്. സാബിത് സലീം, മീഡിയ 1, മക്ക. ബഹ്റൈനിൽ പലിശയ്ക്ക് വായ്പ നൽകി പ്രവാസികളെ ചൂഷണം ചെയ്യുന്ന മലയാളികൾ ഉൾപ്പെടെയുള്ള സംഘത്തിനെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഷാഫി പറമ്പിൽ MP-ക്ക് നിവേദനം നൽകി. പലിശ വിരുദ്ധ സമിതി ചെയർമാൻ ജമാൽ എരിങ്ങൽ, സെക്രട്ടറി ദിജീഷ് ദാമോദരൻ, കൺവീനർ യോഗാനന്ദ് എന്നിവർ MP-യോട് സ്ഥിതിഗതികൾ വിശദീകരിച്ചു. ചൂഷണത്തിനെതിരെ ഇടപെടൽ നടത്തുമെന്ന് ഷാഫി അറിയിച്ചു. കുവൈത്തിൽ കനത്ത തണുപ്പ് തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഒരാഴ്ചയായി രാജ്യം കനത്ത തണുപ്പിന്റെ പിടിയിലാണ്. വെള്ളിയാഴ്ചയും തണുപ്പ് ശക്തമായിരിക്കുമെന്ന് കാലാവസ്ഥാ വകുപ്പ് ആക്ടിംഗ് ഡയറക്ടർ ധേരാർ അൽ അലി വ്യക്തമാക്കി. മണിക്കൂറിൽ 12 മുതൽ 40 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാനിടയുണ്ട്. പൊതുജനങ്ങൾ കനത്ത തണുപ്പിൽ മുൻകരുതൽ സ്വീകരിക്കണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. മലീഹ ഗോതമ്പ് പാടത്തെ 3ാമത്തെ വിളവെടുപ്പിന് ഉത്സവാന്തരീക്ഷത്തിൽ നേതൃത്വം നൽകി ഷാർജ ഭരണാധികാരി. ഗോതമ്പിൽ നിന്ന് നിർമ്മിച്ച മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഷെയ്ഖ് സുൽത്താൻ പുറത്തിറക്കി. മരുഭൂമിക്കുള്ളിൽ സ്വർണ്ണശോഭയിൽ കതിരണിഞ്ഞു നിൽക്കുന്ന കൂറ്റൻ ഗോതമ്പ് പാടം. ഏകദേശം 2000 ഫുട്ബോൾ മൈതാനത്തിന്റെ വലുപ്പത്തിൽ 1428 ഹെക്ടറിൽ UAE-യുടെ കാർഷിക മേഖലയിൽ പുതിയ അധ്യായം സൃഷ്ടിച്ച മലിഹയിലെ ഗോതമ്പ് പാടത്തിലായിരുന്നു ബുധനാഴ്ച കൊയ്ത്തുത്സവം. ഷാർജ ഭരണാധികാരി ഡോക്ടർ ഷെയ്ഖ് സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമി നേരിട്ടെത്തി തന്നെ വിളവെടുപ്പിന് നേതൃത്വം നൽകി. സബ്വ സനാബിൽ അഥവാ 7 കതിരുകൾ എന്ന് പേരിട്ട ഗോതമ്പാണ് വിളവെടുത്തത്. വിളവെടുപ്പിന് മുമ്പ് ഈ ഇനം ഗോതമ്പിൽ നിന്നുണ്ടാക്കിയ കേക്കുകൾ, ബിസ്ക്കറ്റുകൾ, നുറുക്കു തുടങ്ങിയ വിവിധ തരം ഉൽപ്പന്നങ്ങൾ ഷെയ്ഖ് സുൽത്താൻ പരിശോധിച്ചു. കർഷകരുമായും എഞ്ചിനീയർമാരുമായും അദ്ദേഹം സംവദിച്ചു. കൊയ്ത്ത് യന്ത്രങ്ങളുടേതുൾപ്പെടെ ആധുനിക കാർഷിക ഉപകരണങ്ങളുടെ പ്രവർത്തനവും ഭരണാധികാരി നേരിട്ട് കണ്ടു. 6000 ടൺ ജൈവ ഗോതമ്പാണ് ഇത്തവണ മലീഹ പാടത്തു നിന്ന് വിളവെടുക്കുന്നത്. നിർമ്മിത ബുദ്ധി, അത്യാധുനിക സെൻസർ, ഓട്ടോമാറ്റിക് ഇറിഗേഷൻ തുടങ്ങിയവ ഉപയോഗിച്ചാണ് കൃഷി. 2023 മാർച്ചിലായിരുന്നു മലീഹയിലെ ആദ്യത്തെ വിളവെടുപ്പ്. മീഡിയ 1, ഷാർജ. വാർത്തകൾ തുടരുന്നു. റമദാനെ വരവേൽക്കാൻ ഒരുങ്ങി ഇരു ഹറമുകൾ. സൗദിയിൽ നാളെ മാസപ്പിറവി നിരീക്ഷിക്കാൻ ആഹ്വാനം നൽകിയിട്ടുണ്ട്. മാസപ്പിറവി ദൃശ്യമായാൽ ശനിയാഴ്ച റമദാൻ വ്രതം തുടങ്ങും. വിശുദ്ധമാസമായ പുണ്യ റമദാനെ വരവേൽക്കാൻ ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട് ഇരു ഹറമുകളും. നാളെ റമദാൻ പിറ ദൃശ്യമായാൽ രാത്രി നമസ്കാരവും പ്രാർത്ഥനകളാലും ഇരു ഹറമുകളും മുഖരിതമാകും.
ലക്ഷങ്ങളാണ് റമദാനിലെ ഓരോ രാത്രി നമസ്കാരങ്ങളിലും പ്രാർത്ഥനയിലും പങ്കുചേരാൻ ഇരു ഹറമുകളിലും എത്തുക. വിശ്വാസികൾക്ക് സുരക്ഷിതമായും സൗകര്യത്തോടെയും പ്രാർത്ഥനകൾ നിർവഹിക്കാൻ ആവശ്യമായ മുഴുവൻ നടപടികളും ഇരുഹറം കാര്യാലയം പൂർത്തീകരിച്ചിട്ടുണ്ട്. കൂടുതൽ സുരക്ഷാ ഉദ്യോഗസ്ഥരെയും താൽക്കാലിക നിയമനത്തിൽ വിവിധ തൊഴിലാളികളെയും ഹറമിൽ നിശ്ചയിച്ചിട്ടുണ്ട്. വിശ്വാസികൾക്കുള്ള ഇഫ്താർ ഒരുക്കാൻ പ്രത്യേക ചാരിറ്റി ഓർഗനൈസേഷനുകൾക്ക് ലൈസൻസ് നൽകി. ഹറമുകളിൽ ആവശ്യമായ ശുചീകരണ പ്രവർത്തനത്തിന് കൂടുതൽ തൊഴിലാളികളെ നിശ്ചയിച്ചിട്ടുണ്ട്. മികച്ച കാലാവസ്ഥയിലാണ് ഇത്തവണ റമദാൻ വ്രതം സൗദിയിൽ ആരംഭിക്കുന്നത്. സാബിത് സലീം, മീഡിയ 1, മക്ക. സൗദി സ്ഥാപക ദിനവുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിച്ച അർദ നൃത്തം ഗിന്നസ് റെക്കോർഡിൽ ഇടം നേടി. 633 കലാകാരന്മാർ പങ്കെടുത്ത പരിപാടി റിയാദിലാണ് അരങ്ങേറിയത്. സൗദിയിലെ പ്രാചീന കലാരൂപമാണ് അർദ. സൗദിയുടെ പരമ്പരാഗത കലാരൂപമാണ് അർദ. യുദ്ധനൃത്തമായാണ് ഇതറിയപ്പെടുന്നത്. വാളും പ്രത്യേക വസ്ത്രമണിഞ്ഞും വാദ്യോപകരണങ്ങളുടെ താളത്തിനൊത്ത് നർത്തകർ ഇതിൽ ചുവടുവെക്കും. ഐക്യവും ശക്തിയും ധൈര്യവും ഉൾക്കൊണ്ട പ്രാചീന കലാരൂപമാണിത്. സൗദി സ്ഥാപക ദിനവുമായി ബന്ധപ്പെട്ട് വിവിധയിടങ്ങളിൽ ഈ നൃത്തം അരങ്ങേറി. റിയാദിൽ സംഘടിപ്പിച്ച പരിപാടിയിലാണ് ഗിന്നസ് റെക്കോർഡ് നേടിയത്. 633 കലാകാരന്മാരാണ് ഇവിടെ ചുവടുവെച്ചത്. കാണികളായെത്തിയത് 50,000-ലധികം ആളുകളായിരുന്നു. നൃത്തത്തിന് പുറമെ സൗദിയുടെ ചരിത്രം പറയുന്ന വിവിധ പ്രദർശനങ്ങളും അരങ്ങേറി. സ്ഥാപക ദിനവുമായി ബന്ധപ്പെട്ട് ഒരാഴ്ച നീളുന്ന വിവിധ ആഘോഷ പരിപാടികളാണ് രാജ്യത്തുടനീളം നടന്നുകൊണ്ടിരിക്കുന്നത്. വിശാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1, റിയാദ്. മതനിരപേക്ഷ ഇന്ത്യയെ സംരക്ഷിക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ വിശാലമായ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകണമെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പലേരി ദോഹയിൽ പ്രവാസി വെൽഫെയർ സംഘടിപ്പിച്ച ലീഡേഴ്സ് മീറ്റ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ മതനിരപേക്ഷതയും സാമൂഹ്യനീതിയും സംരക്ഷിക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവണം. ഇതാണ് ഡൽഹി തെരഞ്ഞെടുപ്പ് നൽകുന്ന പാഠം. കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന വഖഫ് ഭേദഗതി ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും റസാഖ് പാലേരി പറഞ്ഞു. ഇന്ത്യൻ എംബസി അപെക്സ് ബോഡിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട റഷീദ് അഹമ്മദ്, അസിം MT എന്നിവരെ പരിപാടിയിൽ ആദരിച്ചു. പ്രവാസി വെൽഫെയർ സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രമോഹൻ അധ്യക്ഷത വഹിച്ചു. വെൽഫെയർ പാർട്ടി സംസ്ഥാന സെക്രട്ടറി അൻസാർ അബുബക്കർ, പ്രവാസി വെൽഫെയർ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സാദിഖ് അലി തുടങ്ങിയവർ സംസാരിച്ചു. ജനറൽ സെക്രട്ടറി അഹമ്മദ് ഷാഫി സ്വാഗതവും വൈസ് പ്രസിഡന്റ് നജ്ല നജീബ് നന്ദിയും പറഞ്ഞു. മീഡിയ 1, ദോഹ. കുവൈത്തിലെ അഹ്മദി ഗവർണറേറ്റിലെ ഷോപ്പിംഗ് മാളിൽ നടന്ന സംഘർഷവുമായി ബന്ധപ്പെട്ട് 5 പേരെ സുരക്ഷാ ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്തു. സംഭവത്തിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായതിനെ തുടർന്നാണ് നടപടി. അഹ്മദി സെക്യൂരിറ്റി ഡയറക്ടറേറ്റ് 4 യുവാക്കളെയും ഒരു പെൺകുട്ടിയെയും അറസ്റ്റ് ചെയ്തു. സംഭവത്തിൽ ഉൾപ്പെട്ട പ്രായപൂർത്തിയാകാത്ത ഒരാളെ ജുവനൈൽ പോലീസിന് കൈമാറി. യൂത്ത് ഫോറം ഖത്തർ സംഘടിപ്പിക്കുന്ന ഡിറ്റാച്ച് ക്യാമ്പയിന്റെ ഭാഗമായി ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസും സംഗമവും നടത്തി. ഖത്തർ ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലെ ഡ്രഗ്സ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അവയർനെസ് വിദഗ്ധൻ ഡോക്ടർ നാദിർ അബ്ബാറ ക്ലാസിന് നേതൃത്വം നൽകി. ലഹരി പ്രവാസികൾ ശ്രദ്ധിക്കേണ്ടതെന്ന വിഷയത്തിൽ ഗൾഫ് മാധ്യമം സീനിയർ റിപ്പോർട്ടർ ഹുബൈബ് വിഷയാവതരണം നടത്തി. യൂത്ത് ഫോറം പ്രസിഡന്റ് ബിൻഷാദ് പുനത്തിൽ അധ്യക്ഷത വഹിച്ചു. കൊയിലാണ്ടി താലൂക്ക് അസോസിയേഷൻ കുവൈത്ത് സ്നേഹസംഗമം സംഘടിപ്പിച്ചു. കബദ് ശാലയിൽ ഹല ഉത്സവ് എന്ന പേരിൽ നടന്ന പരിപാടി ഷാഹുൽ ബേപ്പൂർ ഉദ്ഘാടനം ചെയ്തു. മുസ്തഫ മൈത്രി അധ്യക്ഷനായിരുന്നു. വിവിധ മത്സരങ്ങളിലെ വിജയികൾക്ക് അസോസിയേഷൻ ഭാരവാഹികൾ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. സാഹിർ പുളിയഞ്ചേരി, അതുൽ ഉരുവമ്മൽ എന്നിവർ സംഗമത്തിന് നേതൃത്വം നൽകി. പ്രവാസി ലീഗൽ സെൽ കുവൈത്ത് ചാപ്റ്റർ കുവൈത്ത് ദേശീയ വിമോചന ദിനം ആഘോഷിച്ചു. ബാബു ഫ്രാൻസിസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. പ്രവാസി ലീഗൽ സെൽ കുവൈത്ത് ചാപ്റ്റർ പ്രസിഡന്റ് ബിജു സ്റ്റീഫൻ അധ്യക്ഷനായി. ജയകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. ഷൈജിത്ത്, ചാൾസ്, പി ജോർജ്, പി ശ്രീകുമാർ, രാജേഷ് ഗോപി എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. UAE-യിലെ പ്രമുഖ കാർഗോ കമ്പനിയായ M ഗ്രൂപ്പിന് കീഴിലുള്ള 123 കാർഗോയുടെ പുതിയ ബ്രാഞ്ച് അലൈനിൽ തുടങ്ങി. പാണക്കാട് സെയ്ദ് അസീൽ അലി ശബ്ദങ്ങൾ ഉദ്ഘാടനം ചെയ്തു. അലൈൻ ഷെരീക്കാത്തിലാണ് പുതിയ ബ്രാഞ്ച് പ്രവർത്തനം ആരംഭിച്ചത്. ഉദ്ഘാടന ചടങ്ങിൽ M ഗ്രൂപ്പ് ചെയർമാൻ മുനീർ കാവുങ്ങൽ പറമ്പിൽ, പ്രഭാഷകൻ സിംസാറുൽ ഹക്ക് ഉദവി തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഉപഭോക്താക്കൾക്ക് നിരക്കളവിൽ ചരക്കുകൾ നാട്ടിലേക്ക് അയക്കാമെന്ന് ബന്ധപ്പെട്ടവർ പറഞ്ഞു. M ഗ്രൂപ്പ് 123 കാർഗോയുടെ 19ാമത്തെ ബ്രാഞ്ചാണ് ഇന്ന് അലൈൻ ഷെരീക്കാത്തിൽ ഓപ്പൺ ആക്കിയത്. അലൈൻ പ്രവാസികളുടെ ആവശ്യാനുസരണം
എം ഗ്രൂപ്പിൻ്റെ 123 കാർഗോയുടെ സർവീസ് ഇനി മുതൽ അല്ലയിലും അവൈലബിൾ ആണ്. കൂടാതെ തന്നെ ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് നാട്ടിലേക്ക് സീ കാർഗോ സർവീസ് 6 ദിറംസ് ഉള്ള നിരക്കുള്ള സർവീസ് 1 കിലോ 4 ദിറംസ് എന്ന നിരക്കിൽ ഈ റമസാൻ ലാസ്റ്റ് വരെ നിങ്ങൾക്ക് അയക്കാം. കൂടാതെ തന്നെ എയർ കാർഗോ എക്സ്പ്രസ് 12 ദിറംസ് ആയിരുന്നു, അത് ഇപ്പോൾ 1 കിലോ 10 ദിറംസ് എന്ന നിരക്കിൽ വെറും 5 ഡേയ്സ് കൊണ്ട് വീട്ടിലെത്തിക്കാൻ പറ്റിയ സർവീസും കൂടിയാണ്. 123 കാർഗോ മാനേജർ ഫാസിൽ, മഷൂദ്, നിസാം, മുസവ്വിർ, അഫ്സൽ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ഇന്ത്യയിലുടനീളം നേരിട്ടുള്ള ക്ലിയറൻസും നേരിട്ടുള്ള ഡെലിവറി നെറ്റ്വർക്കും എം ഗ്രൂപ്പിന്റെ പ്രത്യേകതയാണെന്ന് മുനീർ കാവുങ്കൽ പറമ്പിൽ പറഞ്ഞു. ഗ്രൂപ്പിന്റെ 20ാമത്തെ ബ്രാഞ്ച് മാർച്ച് ആദ്യവാരത്തിൽ റാസൽ ഖൈമയിൽ ആരംഭിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. മീഡിയ 1 അബുദാബി. ഇറ്റലിയിൽ നിന്ന് മുന്തിയ ഇനം ആപ്പിളുകൾ ഇറക്കുമതി ചെയ്യാൻ ലുലു ഗ്രൂപ്പ് UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദിന്റെ ഇറ്റലി സന്ദർശനത്തിൽ ഇത് സംബന്ധിച്ച് ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു. യൂറോപ്യൻ യൂണിയനിലെ ഏറ്റവും വലിയ കാർഷിക സംഘടന സൊസൈറ്റി കോപ്പറേറ്റീവ അഗ്രിക്കോളയുമായാണ് ലുലുവിന്റെ കരാർ. സൊസൈറ്റി മുഖേന വിവിധ തരം ആപ്പിളുകൾ സംഭരിച്ച് ഗൾഫിലെ ലുലു ഹൈപ്പർ മാർക്കറ്റുകളിൽ വിപണനം ചെയ്യും. മെലിന്ദ ബ്രാൻഡ് ആപ്പിളുകളാണ് ഇറ്റലിയിൽ നിന്ന് ലുലു ഇറക്കുമതി ചെയ്യുന്നത്. ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസുഫലിയും സൊസൈറ്റി കോപ്പറേറ്റീവ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ലൂക്ക സാഗിലോയുമാണ് UAE പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ്, ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി എന്നിവരുടെ സാന്നിധ്യത്തിൽ ധാരണാപത്രം കൈമാറിയത്. മന്ത്രിമാരടക്കം ഉന്നത ഉദ്യോഗസ്ഥർ സന്നിഹിതരായിരുന്നു. മീഡിയ 1 ദുബായ്. വാർത്തകളിലേക്ക് വീണ്ടും. കുവൈറ്റ് KMCC കല്യാശ്ശേരി മണ്ഡലം ഷുക്കൂർ അനുസ്മരണം സംഘടിപ്പിച്ചു. അബ്ബാസിയ എവർഗ്രീൻ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി KMCC കുവൈറ്റ് സംസ്ഥാന ജനറൽ സെക്രട്ടറി മുസ്തഫ കാരി ഉദ്ഘാടനം ചെയ്തു. മുസ്തഫ ഏഴോം അധ്യക്ഷത വഹിച്ചു. ഇസ്മായിൽ വള്ളിയൂത്ത് മുസ്ലിം ലീഗിന്റെ കാലിക പ്രസക്തി എന്ന വിഷയത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി. ഹബീബ് കയ്യം, അഷ്റഫ് അരിയിൽ, ജാബിർ അരിയിൽ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. സൗദിയിലെ 4ാമത് മാർക്ക് ആൻഡ് സേവ് ഹൈപ്പർ സ്റ്റോറിന് തുടക്കമായി. റിയാദ് എക്സിറ്റ് 26-ലാണ് പുതിയ ഔട്ട്ലെറ്റ്. ഇതോടെ GCCകളിൽ മാർക്ക് ആൻഡ് സേവിന്റെ ഔട്ട്ലെറ്റുകളുടെ എണ്ണം 18ആയി. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നിരവധി ഓഫറുകൾ ലഭ്യമാക്കിയിട്ടുണ്ട്. റിയാദിലെ എക്സിറ്റ് 26-ലെ ഫ്ലമിംഗോ പാർക്കിലാണ് പുതിയ ഔട്ട്ലെറ്റ്. സൗദിയിലെ 4ാമത് മാർക്ക് ആൻഡ് സേവ് ഹൈപ്പർ സ്റ്റോറാണിത്. വിവിധ രാജ്യങ്ങളിലായി മാർക്ക് ആൻഡ് സേവിന്റെ 18 ഔട്ട്ലെറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ചെയർമാൻ KT ബഷീർ, ഡയറക്ടർ നൌഫൽ KP, ഒമർ അൽ തഹീമി, ഫഹദ് അൽ ഷമ്മരി, ഓപ്പറേഷൻ ഹെഡ് മുഹമ്മദ് ഫാസിൽ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിന്റെ ഭാഗമായി. സൗദിയിലെ മറ്റ് 3 ശാഖകൾ പ്രവർത്തിക്കുന്നത് റിയാദ്, അൽഹസ, ദമാം എന്നിവിടങ്ങളിലാണ്. ഏറ്റവും കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ഒരു കുടക്കീഴിൽ ഒരുക്കുകയാണ് മാർക്ക് ആൻഡ് സേവ്. This is our 18th store across the GCC, and as we keep on committing that we will be bringing true experience as a value retailer to the customers, we are closer to our customers near Flaming Mall in Riyadh. So we keep on committing that we'll keep on building our business, coming towards you, bringing the latest of experiences and the range of items across our stores. ഗ്രോസറി, ഫ്രഷ് ഫുഡ്, മീറ്റ്, ഫാഷൻ, ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി, കോസ്മെറ്റിക്സ്, ഹോം ഡെക്കർ, ഇലക്ട്രോണിക്സ്, ടോയ്സ് തുടങ്ങി എല്ലാ വിഭാഗങ്ങളിലും വിശാലമായ കളക്ഷനാണ് ഒരുക്കിയിട്ടുള്ളത്. മാർക്ക് ആൻഡ് സേവിൻ്റെ സൗദി അറേബ്യയിലെ 4ാമത്തെ സ്റ്റോറാണ് ഇന്ന് നമ്മളിവിടെ ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. ഞങ്ങൾ വാല്യൂ റീറ്റെയിലാണ്, മോർ ദാൻ ഹൈപ്പർ മാർക്കറ്റാണ് ഞങ്ങളുടെ ഒരു കൺസെപ്റ്റ്. ഹൈപ്പർ മാർക്കറ്റിനെക്കാട്ടി കൂടുതൽ വെറൈറ്റി ഓഫ് ഐറ്റംസും അത് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ നമ്മുടെ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ കൺസെപ്റ്റ്. വിഷൻ 2030ഓടെ ലോകത്താകമാനം 500 സ്ഥാപനങ്ങൾ തുറക്കാനാണ് ലക്ഷ്യം. ഇതിൽ 150 സ്ഥാപനങ്ങൾ സൗദിയിലായിരിക്കുമെന്നും മാനേജ്മെന്റ് അറിയിച്ചു. മീഡിയ 1 റിയാദ്.
ഷാർജ, റാസൽ ഖൈമ, സഫാരി ഹൈപ്പർ മാർക്കറ്റ് ഔട്ട്ലെറ്റുകളിൽ റമദാൻ കരീം പ്രമോഷൻ ആരംഭിച്ചു. നോമ്പുകാലത്ത് ഉപഭോക്താക്കളുടെ ആവശ്യങ്ങൾക്ക് അനുസൃതമായ ഉൽപ്പന്നങ്ങളാണ് ഔട്ട്ലെറ്റുകളിൽ ലഭ്യമാക്കിയിട്ടുള്ളത്. അജുവ, സഫാവി, സഗായ്, സുക്കാരി, മബ്രൂം തുടങ്ങി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഈത്തപ്പഴങ്ങൾ, സിറപ്പുകൾ, നിത്യോപയോഗ സാധനങ്ങൾ, പഴം, പച്ചക്കറികൾ, മത്സ്യവും മാംസവും നോമ്പുകാലത്ത് വരവേൽക്കാൻ ഉൽപ്പന്നങ്ങളുടെ വലിയ ലോകം തന്നെയാണ് സഫാരി ഉപഭോക്താക്കൾക്കായി ആരംഭിച്ചിട്ടുള്ളത്. സഫാരി ബേക്കറി ഹോട്ട് ഫുഡ് വിഭാഗത്തിൽ രുചിയുടെ വൈവിധ്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. കേരളീയ വിഭവങ്ങൾക്ക് പുറമെ അറബിക് സ്നാക്സിൻ്റെ സ്വാദും ഇവിടെ നിന്ന് ആസ്വദിക്കാം. പുറമെ മട്ടൻ മൊജ്ബൂസും ചിക്കൻ ബിരിയാണിയുമെല്ലാം. ഈ പ്രാവശ്യത്തെ റംസാൻ ഒരു ഡിഫറെൻ്റ് ആണ്. കാരണം ഈ പ്രാവശ്യം റംസാൻ തുടങ്ങുന്നത് നല്ല കൂൾ ക്ലൈമറ്റിലാണ്, നല്ലൊരു സമയമാണ്. രണ്ടാമത് സ്കൂൾ വെക്കേഷൻ ആവുന്ന സമയമാണ്. സോ എല്ലാം ഫാമിലി ഗെറ്റ് ടുഗദറായിട്ട് ഒന്ന് നല്ല രീതിയിൽ വന്ന് ഫാസ്റ്റ് ചെയ്യാനും അതായത് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നൊരു സമയമാണ്. അതുകൊണ്ട് തന്നെ സഫാരി ഷാർജയും റാസൽ ഖൈമ അതിനുവേണ്ടി റമദാൻ റെഡിയായിട്ട് വേണ്ട പ്രൊഡക്ട്സ് ഒക്കെ നമ്മൾ എല്ലാം കാറ്റഗറി ഫ്രഷ് ഫുഡ്, മീറ്റ്, ഫിഷ്, ബേക്കറി, ഹോട്ട് ഫുഡ്, ഹൗസ് ഹോൾഡ്, ഇലക്ട്രോണിക്സ്, ഗാർമെൻറ്റ്സ് എല്ലാം കാറ്റഗറി നല്ല പ്രൈസിൽ ക്വാളിറ്റി സാധനങ്ങൾ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ വേറൊരു നമ്മൾ ഫസ്റ്റ് ടൈം ചെയ്യാൻ പോകുന്നത് ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കോമ്പറ്റീഷൻസ് ഫോർ അഡൾട്ട്സ് ആൻഡ് കിഡ്സ് ആണ്. അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രൈസസ് വിൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ആക്ടിവിറ്റി നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. 300-ൽ പരം ഉൽപ്പന്നങ്ങളുമായി റമദാൻ സൂക്കും സഫാരിയിൽ സജ്ജമാണ്. പാരമ്പര്യ തനിമ നഷ്ടപ്പെടാതെയാണ് സൂക്ക് ഒരുക്കിയിട്ടുള്ളത്. റമദാൻ 30 ദിവസം വിവിധ തരത്തിലുള്ള പരിപാടികളും മത്സരങ്ങളും സൂക്കിൽ അരങ്ങേറുന്നുണ്ട്. മീഡിയ 1, ഷാർജ. മലപ്പുറം വെളിയങ്കോട് റെഡ് റോസ് വിമൻ എംപവർമെന്റ് സംഘടിപ്പിച്ച സൗജന്യ പച്ചക്കറി തൈകളുടെ വിതരണവും പഠന ക്ലാസും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫൗസിയ വടക്കേപ്പുറത്ത് നിർവഹിച്ചു. സലീം വെളിയങ്കോട്, TB ശബരീഷ് കുമാർ, KT ഹനീഫ്, റംല ഹനീഫ് എന്നിവർ പങ്കെടുത്തു. ഇൻകാസ് ഖത്തർ യൂത്ത് വിംഗ് മലപ്പുറം ജില്ലാ കമ്മിറ്റി ഇന്റർ സ്കൂൾ അത്ലറ്റിക് മീറ്റ് സംഘടിപ്പിച്ചു. വിവിധ സ്കൂളുകളിൽ നിന്നായി 500ഓളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. ഒലീവ് ഇന്റർനാഷണൽ സ്കൂൾ ഓവറോൾ ചാമ്പ്യന്മാരായി. ശാന്തിനികേതൻ ഇന്ത്യൻ സ്കൂൾ 2ാം സ്ഥാനവും ലൊയോള ഇന്റർനാഷണൽ സ്കൂൾ 3ാം സ്ഥാനവും നേടി. ബാഡ്മിന്റൺ താരം റിയ കുര്യനും ഖത്തർ ജൂനിയർ മാരത്തൺ ജേതാവ് ഇഫ്ര സഫ്രീനും ദീപശിഖ പ്രയാണത്തിൽ പങ്കെടുത്തു. കുവൈത്ത് ദേശീയ വിമോചന ദിനത്തിന്റെ ഭാഗമായി NBTC ഗ്രൂപ്പും ബ്ലഡ് ഡോണേഴ്സ് കേരള കുവൈത്ത് ചാപ്റ്ററും സഹകരിച്ച് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. അദാൻ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ സെന്ററിൽ നടന്ന ക്യാമ്പ് റിജാസ് കരിയാടൻ ഉദ്ഘാടനം ചെയ്തു. NBTC ഗ്രൂപ്പ് പ്രതിനിധികളായ റനീഷ് ചന്ദ്രൻ, മാത്യൂസ് വർഗീസ്, BDK പ്രതിനിധികൾ എന്നിവർ ആശംസകൾ നേർന്നു. പ്രവീൺ, നസീഫ് മുഹമ്മദ് അലി, ജോബി ബേബി എന്നിവർ നേതൃത്വം നൽകി. KKIC ഇന്റർ മദ്രസ സർഗവസന്തം സംഘടിപ്പിച്ചു. ഖൈത്താൻ ഇന്ത്യൻ കമ്മ്യൂണിറ്റി സ്കൂളിൽ വെച്ച് 7 വേദികളിലായി നടന്ന മത്സരത്തിൽ 100 കണക്കിന് വിദ്യാർത്ഥികൾ പങ്കെടുത്തു. ആവേശകരമായ മത്സരത്തിൽ 153 പോയിന്റോടെ സാൽമിയ മദ്രസ ഓവറോൾ ചാമ്പ്യന്മാരായി. ഫർവാനിയ 2ാം സ്ഥാനവും ഫഹാഹിയിൽ 3ാം സ്ഥാനവും കരസ്ഥമാക്കി. മദ്രസ വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും കിസ്വ പ്രവർത്തകരുടെയും സാന്നിധ്യം പ്രോഗ്രാമിന് ആവേശം പകർന്നു. KKIC കേന്ദ്ര ഭാരവാഹികളും PTA ഭാരവാഹികളും ചേർന്ന് വിജയികൾക്കുള്ള ട്രോഫിയും സർട്ടിഫിക്കറ്റും വിതരണം ചെയ്തു. ഓവറോൾ ചാമ്പ്യന്മാർക്കുള്ള ട്രോഫി CP അബ്ദുൽ അസീസ് വിതരണം ചെയ്തു. കുവൈറ്റ് ദേശീയ ദിനാഘോഷത്തോടനുബന്ധിച്ച് ഹല ക്യാൻവാസ് സംഘടിപ്പിച്ചു. ഇന്റർനാഷണൽ ആർട്ടിസ്റ്റ് സ്പേസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കുവൈത്ത് ടവറിനടുത്ത് ലൈവ് ചിത്രരചനയും സ്പോർട്ട് എക്സിബിഷനും സംഘടിപ്പിച്ചു. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി 22ഓളം ആർട്ടിസ്റ്റുകൾ പങ്കെടുത്ത ആർട്ട് ക്യാമ്പ് പങ്കാളിത്തത്താലും വ്യത്യസ്തത കൊണ്ടും ഏവരുടെയും ശ്രദ്ധയാകർഷിച്ചു. പ്രഭാത നമസ്കാരത്തിനിടെ സൗദിയിലെ ജുബൈലിൽ കുഴഞ്ഞു വീണ് മരിച്ച മലയാളി ഇടുക്കി തൊടുപുഴ സ്വദേശി അൻസാർ ഹസന്റെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോയി. കഴിഞ്ഞ ദിവസം താമസ സ്ഥലത്തെ പള്ളിയിൽ സുബഹി നമസ്കാരം നിർവഹിച്ചുകൊണ്ടിരിക്കെയാണ് അൻസാർ മരിച്ചത്. സാമൂഹ്യ പ്രവർത്തകരായ ഹനീഫ കാസിം, ഇക്ബാൽ ആനമങ്ങാട്, സലീം ആലപ്പുഴ, അൻസാരി നാരിയ, ഷാജി വയനാട് എന്നിവരുടെ നേതൃത്വത്തിൽ നടപടികൾ പൂർത്തിയാക്കിയാണ് മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോയത്. മലപ്പുറം ജില്ലാ പ്രവാസി അസോസിയേഷൻ നടത്തുന്ന മലപ്പുറം പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ താരലേലം പൂർത്തിയായി. 10 ഫ്രാഞ്ചൈസികളാണ് ഇത്തവണ ടൂർണമെന്റിൽ മത്സരിക്കുന്നത്. 200-ലേറെ കളിക്കാർ രജിസ്റ്റർ ചെയ്തിരുന്നു. ISC പ്രസിഡന്റ് EP അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. മജസ്റ്റിക് ഖത്തർ പ്രസിഡന്റ് നിഹാദ് അലി, ജനറൽ സെക്രട്ടറി വിനോദ് പുത്തൽവീട്ടിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. സൗദിയിലെ ദമാമിൽ ജോലിക്കിടെയുണ്ടായ അപകടത്തിൽ മരിച്ച മലയാളി പാലക്കാട് ചെർപ്പുളശ്ശേരി സ്വദേശി കമറുദ്ദീന്റെ മൃതദേഹം ദമാമിൽ മറവ് ചെയ്തു.
സാമൂഹ്യ പ്രവർത്തകരായ ഷാജി വയനാട്, ഇക്ബാൽ ആനമങ്ങാട് എന്നിവരുടെ നേതൃത്വത്തിൽ നടപടികൾ പൂർത്തീകരിച്ചാണ് മറവ് ചെയ്തത്. നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന കെട്ടിടത്തിന്റെ മുകളിലത്തെ നിലയിൽ നിന്നും സാമഗ്രികൾ മുകളിലേക്ക് വീണാണ് കമറുദ്ദീൻ മരിച്ചത്. കേസിൽ ആവശ്യമായ സുരക്ഷാ സൗകര്യങ്ങൾ ഒരുക്കാത്തതിന് നിർമ്മാണ കമ്പനി ജീവനക്കാരായ 5 ഈജിപ്ഷ്യൻ സ്വദേശികൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കുവൈത്ത് KMCC മതകാര്യ സമിതി സംഘടിപ്പിച്ച ഉംറ സംഘത്തിന് യാത്രയപ്പ് നൽകി. സംസ്ഥാന അധ്യക്ഷൻ നാസർ മഷൂർ തങ്ങൾ, സലാം പട്ടാമ്പി എന്നിവരുടെ നേതൃത്വത്തിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടുന്ന 50 അംഗ സംഘമാണ് ഉംറയ്ക്ക് പുറപ്പെട്ടത്. അബ്ദുൽ ഹക്കീം അൽ അഹ്സനി നയിക്കുന്ന സംഘം മക്കയും മദീനയും ഉൾപ്പെടെയുള്ള തീർത്ഥാടന കേന്ദ്രങ്ങൾ സന്ദർശിച്ച് മാർച്ച് 1 കുവൈത്തിൽ തിരിച്ചെത്തും. സൗദിയിൽ ബെസ്റ്റ് ജിസാൻ ക്രിക്കറ്റ് ക്ലബിന്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. വാർഷികാഘോഷത്തിന്റെ ഭാഗമായാണ് ക്യാമ്പയിന്റെ ഉദ്ഘാടനം അബൂ റക്കാൻ സഹ്റാനി നിർവഹിച്ചു. ഉസ്മാൻ കുറ്റുമ്പ, നജീബ് കലർ എന്നിവർ മുഖ്യാതിഥികളായി. എന്നാൽ അവിടെ ഉണ്ടാകുന്ന വിളകൾ അത്ഭുതപ്പെടുത്തിയാലോ? അങ്ങനെയൊരു അടുക്കളത്തോട്ടത്തിന്റെ വിശേഷമാണ് ഇനി. ഒമാനിലെ ഗോബ്രയിലാണ് ഈ പച്ചക്കറിത്തോട്ടം. വലിയ ചുരങ്ങുകളാണ് ഇവിടുത്തെ പ്രധാന കാഴ്ച. അടുക്കളയിൽ നിന്നുള്ള പച്ചക്കറിയുടെ വേസ്റ്റിൽ നിന്നുള്ള വിത്ത് മുളച്ച് അതിൽ കായ ഉണ്ടാകാൻ തുടങ്ങിയപ്പോഴാണ് അടുക്കളത്തോട്ടം എന്ന ചിന്ത സത്യൻ കാര്യമായി എടുത്തത്. അങ്ങനെ ആ ചെറിയ സ്ഥലത്ത് തക്കാളിയും ചുരങ്ങയും വെണ്ടയും മത്തനുമൊക്കെയായി വിവിധ ഇനം പച്ചക്കറികളുടെ വിത്ത് കൊണ്ടുവന്ന് മുളപ്പിക്കാൻ സത്യൻ തീരുമാനിച്ചു. ഗോബ്രയിലെ സ്വകാര്യ കമ്പനിയിലെ ജോലിക്കാരുടെ താമസ സ്ഥലത്തെ മെസ്സിൻ്റെ ചുമതലയാണ് സത്യന്. എല്ലാ വർഷവും വിവിധ ഇനം പച്ചക്കറികളുടെ നല്ല വിളവ് ലഭിച്ചു തുടങ്ങിയപ്പോൾ അടുക്കളത്തോട്ട പരിപാലനം കൂടുതൽ ആവേശമായി. പക്ഷേ ഇപ്രാവശ്യം സത്യനെ വരെ ഞെട്ടിച്ച വലിയ ചുരങ്ങുകൾ വിളവെടുപ്പിന് പാകമായി. കാണുന്നവർക്കും കൗതുകം. ഈ വർഷമാണ് ഇങ്ങനെ ഇത്ര വലുതായിട്ട് നമുക്ക് കണ്ടിന്. നമ്മൾ മത്തൻ, കുമ്പളം, ചീര എല്ലാ സാധനങ്ങളും ഉണ്ടാക്കാറുണ്ട്. നാട്ടിലേക്കാളും നല്ല മണ്ണാണ് എടുത്ത മണ്ണ്. എന്തിട്ടാലും നമുക്ക് അതിൻ്റെ ഒരു ഫലം കിട്ടുന്നുണ്ട്. അത് തന്നെയാണെന്നൊരു ഇപ്പോൾ 5 മാസമായിട്ട് നമ്മൾ പുറത്തുനിന്ന് വളരെ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാറുള്ളൂ. ഉള്ളി പോലത്തെ സാധനങ്ങൾ മാത്രം. ബാക്കിയെല്ലാം ഇവിടെ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. എല്ലാ പിന്തുണയും കൃഷിയിൽ തന്റെ പാഠങ്ങൾ പകർന്നു കൊടുത്തും കമ്പനി ഓണർ കൂടിയായ വിദ്യാധരനും കൂടെയുണ്ട്. ഒമാനിൽ ഇത്രയും നല്ല മണ്ണാണ് എന്നുള്ളത് അറിയാം. പിന്നെ നല്ല കാലാവസ്ഥയാണ്, അതാണ് ഒരു പ്രത്യേകത. ഇവിടുത്തെ ബെസ്റ്റ് കാലാവസ്ഥയാണല്ലോ. നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി ഒക്കെ ദ ബെസ്റ്റ് സ്ഥലമാണ് ഒമാനിൽ കൃഷി ചെയ്യാനായിട്ടെന്ന് ഞാൻ മനസ്സിലാക്കി. ഇന്റർലോക്ക് കട്ടകൾക്ക് മുകളിലെ മണ്ണിലാണ് ഇത്രയും വിളകൾ ഉണ്ടാകുന്നു എന്നത് മറ്റൊരു കൗതുകം. മാറ്റിവെക്കാൻ കുറച്ച് സമയവും മനസ്സുമുണ്ടെങ്കിൽ സുൽത്താനിലെ മണ്ണ് 10 മടങ്ങായി തിരിച്ചു തരുമെന്നതിൻ്റെ തെളിവ് കൂടിയാണ് ഈ കൊച്ചു അടുക്കളത്തോട്ടം. മീഡിയ 1, മസ്കത്ത്. തെലുങ്ക് സിനിമാ നിർമ്മാതാവ് കേദാർ സെലഗാം ഷെട്ടി ദുബൈയിൽ മരിച്ച നിലയിൽ ജുമൈറ ലേക്ക് ടവേഴ്സിലെ താമസ സ്ഥലത്താണ് മൃതദേഹം കണ്ടെത്തിയത്. ദുബൈയിൽ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ സജീവമായ ഇദ്ദേഹം മക്കളോടൊപ്പമാണ് താമസിച്ചിരുന്നത്. ആനന്ദ് ദേവരക്കൊണ്ടയുടെ ഗംഗം ഗണേശ ഉൾപ്പെടെ നിരവധി സിനിമകളുടെ നിർമ്മാതാവാണ്. കുവൈത്ത് കേരള ഇസ്ലാഹി സെന്റർ അഹ്ലൻ വസഹ്ലൻ പരിപാടി സംഘടിപ്പിച്ചു. അബ്ബാസിയ സെൻട്രൽ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ പ്രമുഖ ഇസ്ലാമിക് പ്രഭാഷകനായ ഹുസൈൻ സലഫി മുഖ്യപ്രഭാഷണം നടത്തി. വിശുദ്ധ റമദാനിനെ വരവേൽക്കാൻ സംശുദ്ധമായ മനസ്സോടെയും കറകളഞ്ഞ വിശ്വാസത്തോടെയും തയ്യാറാകണമെന്ന് അദ്ദേഹം പറഞ്ഞു. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംസ്ഥാന പ്രസിഡന്റ് PN അബ്ദുൽ ലത്തീഫ് മദനി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. CP അബ്ദുൽ അസീസ് അധ്യക്ഷത വഹിച്ചു. ഷാർജ മാർത്തോമ യുവജന സഖ്യത്തിന് ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സംഗീത സായാഹ്നം സ്നേഹസ്പർശം 3 ശ്രദ്ധേയമായി. പിന്നണി ഗായികയും നിയമസഭാംഗവുമായ ദലീമ ജോജോ മുഖ്യാതിഥിയായി. മധു ബാലകൃഷ്ണൻ, മൃദുല വാര്യർ, രാജേഷ് ചേർത്തല എന്നിവരുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഗാനസന്ധ്യ ശ്രദ്ധേയമായി. രഞ്ജിത്ത് ഉമ്മൻ ജോൺ അധ്യക്ഷത നിർവഹിച്ചു.